നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് NIOSന്റെ +2 റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നവർ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഡിഗ്രിയിൽ ഏത് കോഴ്സ് എടുക്കണം എന്നറിയാത്ത ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പല കുട്ടികളും ആദ്യം തന്നെ കൺഫ്യൂഷനായി നിൽക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം എന്നുള്ളതിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നതിൽ ബെറ്റർ യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ പാസ്സായിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ അങ്ങനെ പല കോഴ്സുകളും ചെയ്തവരായിരിക്കും അവർ. അപ്പോൾ ആദ്യം തന്നെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്ന സമയത്ത് അത് നമ്മൾ 3 ഇയർ കോഴ്സോ അല്ലെങ്കിൽ 4 ഇയറോ കോഴ്സോ ആവാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രിയാണ് അല്ലെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ നീ ഈ കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ നീ ആ ഒരു കോഴ്സ് എടുത്തോ എന്നൊക്കെ പറയാൻ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളാണ് പഠിക്കുന്ന സ്റ്റുഡൻസ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവരൊരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 ഇയർ UG പ്രോഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ 4 ഇയർ UG പ്രോഗ്രാം ആണെങ്കിലും അങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സയൻസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് ഏതൊരു കോഴ്സ് എടുത്ത സ്റ്റുഡൻസും അവർക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ +2 പാസ്സാവുക എന്നുള്ളതാണ് അവർ പറയുന്നത് ഏക ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. +2 പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിന് ഏതൊരു കോഴ്സ് വേണമെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡൻസിന് BBAയോ BComോ എടുക്കണമെന്നത് നിർബന്ധമില്ല. സയൻസ് കോഴ്സുകളല്ലാണ്ട് ബാക്കി എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ആ ഒരു കോഴ്സിനെ നമ്മൾ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അതിൻ്റെ ഫ്യൂച്ചറിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു കോഴ്സ് 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ചെയ്യുമ്പോൾ പഠിക്കാനുള്ളത്, ആ ഒരു കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം എന്നുള്ളത്. ഏതൊരു UG കോഴ്സ് ആയിക്കോട്ടെ നമുക്കത് മലയാളത്തിലും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സ്റ്റുഡൻസിന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ സെമിസ്റ്ററിലും 4-5 പേപ്പേഴ്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. അതും നിങ്ങൾക്ക് എക്സാമുകൾ വരുന്നത് സാറ്റർഡേസിലോ സൺഡേസിലോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിലേക്ക് ഒരുപാട് ഗ്യാപ്പ് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് പഠിക്കാനും നമുക്ക് എടുത്തിരിക്കുന്ന കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണം എന്ന് അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്
നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഒരു കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും പല സ്റ്റുഡൻസിനും പിന്നെ ബോധ്യം വരുന്നത്, അതായത് എനിക്ക് ഈ ഒരു കോഴ്സ് പറ്റുന്നില്ല, എനിക്കത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ മുന്നേ വരെ നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്ന, ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളാണ് പഠിക്കുന്നത്, ഇതൊരു 6 month കോഴ്സോ 1 year കോഴ്സോ അല്ല, ഒരു 4 year 3 year വരുന്ന ഒരു ലോങ് ടൈം കോഴ്സാണ്. അപ്പോൾ നമ്മളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് എടുക്കും എന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.